കുറച്ചു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അമേരിക്കയെ ആശങ്കയിലാക്കി വീണ്ടും കാട്ടുതീ പടരുന്നു. ലോസ് ആഞ്ചലസിൽ 2 മണിക്കൂറിൽ 5000 ഏക്കറിലേക്ക് തീ പടർന്നു. തീ അണയ്ക്കാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ആശങ്ക പങ്കുവയ്ക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ശക്തമായ വരണ്ട കാറ്റ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. 7 ഇടത്തായാണ് ലോസ് ആഞ്ചലസിൽ കാട്ടുതീ പടരുന്നത്. ഇതിൽ 2 ഇടത്തേത് വലിയ കാട്ടുതീയാണ്. ഇവ അണയ്ക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഏതാണ്ട് 1 ലക്ഷത്തിലേറെ ആളുകളെ ഇതിനോടകം ഒഴിപ്പിച്ചു. അമേരിക്കൻ സൈന്യം രക്ഷാപ്രവർത്തനത്തിനായി ദുരന്തബാധിത മേഖലകളിൽ എത്തിയിട്ടുണ്ട്. കാട്ടുതീ പടരുന്ന സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്ന 19,000 പേരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. 1 ലക്ഷത്തോളം പേർക്ക് ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകി. ഒരുവിധം കാട്ടുതീയിൽ നിന്ന് ലോസ് ആഞ്ചലസ് രക്ഷപ്പെട്ടു വരുന്നതിനിടെയാണ് വീണ്ടും കാട്ടുതീ ഉണ്ടായത്. ദക്ഷിണ കാലിഫോർണിയയിൽ ലോസ് ആഞ്ചലസ് കൗണ്ടിയുടെ പടിഞ്ഞാറൻ പ്രാന്തത്തിലെ പസഫിക് പാലിസേഡ്സ് ഈറ്റൻ പ്രദേശങ്ങളിലായി സാന്റാമോണിക്ക മലനിരകളിൽ ജനുവരി 7-ന് ചൊവ്വാഴ്ച പൊട്ടിപ്പുറപ്പെട്ട കാട്ടുതീ ഭീകരമായ തീച്ചുഴലിയായി കൂടുതലിടങ്ങളിലേക്ക് പടർന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. അന്ന് 23,713 ഏക്കറുകളിലേക്ക് വ്യാപിച്ച തീ പസഫിക് പാലിസേഡ്സ് മാലിബു പ്രദേശങ്ങളിൽ നീലം പരിശാക്കി. 24 പേർ വെന്തുമരിച്ചു. 15,000 കെട്ടിടങ്ങൾ നാമാവശേഷമായി. 1.5 ലക്ഷത്തോളം പേർ ഭവനരഹിതരായി. ഇനിയും കെട്ടടക്കാനാവാത്ത തീ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തബാധയായി മാറുകയാണ്. ഇതുവരെ $150 ബില്യൺ നഷ്ടമുണ്ടായതായാണ് കണക്ക്. ഏറ്റവും ഒടുവിൽ മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ വസതി വരെ കാട്ടുതീ എത്തുന്ന സാഹചര്യമുണ്ടായി. മലകളും കടൽ തീരവും ഒരുമിച്ച് ചേരുന്ന സുഖവാസ കേന്ദ്രമായ ഇവിടെ ഭൂരിഭാഗവും ഹോളിവുഡിലെ പ്രമുഖ താരങ്ങളടക്കം അമേരിക്കയിലെ അതിപ്രശസ്തരും അതിസമ്പന്നരുമാണ് കഴിഞ്ഞുവരുന്നത്. കഴിഞ്ഞ വർഷം സ്വകാര്യ ഏജൻസി പുറത്തുവിട്ട കണക്കു പ്രകാരം ലോസ് ആഞ്ചലസിൽ 2,12,100 കോടീശ്വരന്മാരും 43 ശതകോടീശ്വരന്മാരുമുണ്ട്. നേർവിപരീതത്തിൽ രാജ്യത്തെ ഏറ്റവും അധികം ഭവനരഹിതർ ഉള്ളതും അവിടെ തന്നെ. മധ്യവർഗക്കാരും തൊഴിലാളികളുമായവർ ഇതിനിടയിലും. വൻ ശക്തികളുടെ യുദ്ധത്തീ പോലെയല്ല പ്രകൃതി ദുരന്തമായ തീക്കാറ്റ്. അതിന് അധീശ അടിയാള ഭേദമില്ല. തീ പിടിച്ച വാർത്ത പുറത്തു വന്നപ്പോഴേക്കും സാന്റാമോണിക്ക പർവ്വതനിരകളിലെ സാന്റാ ആന കാറ്റ് തീവ്രത കൈവരിച്ച് തീ ആളിപ്പടർന്നു. അഗ്നിബാധയുടെ തുടക്കം എവിടെ, എങ്ങനെ എന്നതുമായി ബന്ധപ്പെട്ട് പ്രചാരണങ്ങൾ പലതും നടക്കുന്നുണ്ടെങ്കിലും ശരിയായ നിഗമനത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. കാലിഫോർണിയയിൽ ഒരു തീക്കാലമാണ് രൂപപ്പെട്ടിരിക്കുന്നതെന്നും അത് എവിടെ എങ്ങനെ കലാശിക്കുമെന്ന് പറയാനാവില്ലെന്നും ഗവർണർ പറഞ്ഞിരുന്നു. പുകഞ്ഞു തുടങ്ങിയ വിവരം കിട്ടിയിട്ടും തീയണയ്ക്കാനുള്ള ശ്രമമുണ്ടായില്ലെന്നും ലോകത്തെവിടെയും ചുട്ടുകരിക്കാൻ ചാടിയിറങ്ങുന്ന അമേരിക്കയ്ക്ക് സ്വന്തം ജനതയുടെ സുരക്ഷയ്ക്ക് ഒന്നും ചെയ്യാനാവുന്നില്ലെന്നും പരാതി വ്യാപകമായി ഉയരുന്നുണ്ട്. വർഷം തോറും ആവർത്തിക്കപ്പെടുന്ന കാട്ടുതീയിൽ നിന്ന് രക്ഷ നേടാനുള്ള ഭരണപരമായ നടപടികൾ സ്വീകരിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഒപ്പം കാലാവസ്ഥാ വ്യതിയാനം എന്ന ഗുരുതര പ്രതിസന്ധിയെ മറികടക്കാനുള്ള ശ്രമത്തിന് പലപ്പോഴും അല്ലുവെക്കാൻ മുതിരുന്നുവെന്ന പേരുദോഷവും അമേരിക്കയ്ക്കുണ്ട്. US ഫോറസ്റ്റ് സർവീസ് ഇക്കോളജിസ്റ്റായ ഗാവിൻ ജോൺസ് 2023 അഗ്നിബാധയുടെ വരുംകാല വർധനവ് പ്രവചിച്ചിട്ടുണ്ട്. ആഗോള താപനം നിമിത്തം വരണ്ട പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന വർധനയും ഊഷരകാലത്തിനുണ്ടാകുന്ന ദൈർഘ്യവും എവിടെയും എപ്പോഴും ദുരന്തം ക്ഷണിച്ചു വരുത്താമെന്നതാണ് നില. ഈ വിഷയത്തിൽ US പരിസ്ഥിതി സംരക്ഷണ ഏജൻസിയും കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇത് മുൻകൂട്ടി കണ്ടുള്ള പ്രതിരോധങ്ങൾക്ക് ഭരണകൂടം ഇനിയും തുനിഞ്ഞിറങ്ങിയിട്ടില്ല. തീപിടുത്തങ്ങളെക്കുറിച്ച് ആധികാരിക പഠനങ്ങൾ നടത്തിയ അമേരിക്കൻ വിദഗ്ധൻ സ്റ്റീഫൻ പൈൻ പറയുന്നത് കാലിഫോർണിയയിലെ ദുരന്തം മനുഷ്യനിർമ്മിതമാണെന്നാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഗുരുതര പ്രശ്നങ്ങൾ കണ്ടറിയാനും രക്ഷ നേടാനുമുള്ള ശ്രമം ബോധപൂർവം നടത്തിയില്ലെങ്കിൽ ലോസ് ആഞ്ചലസിലെ അനുഭവം കൂടുതൽ വ്യാപിക്കുമെന്നതിൽ സംശയമില്ല. മഴക്കമ്മി നേരിടുന്ന കാലിഫോർണിയയുടെ 39.1 ഭാഗം മാത്രമേ കഴിഞ്ഞ വർഷം മഴ കിട്ടിയിരുന്നുള്ളൂ. അവശിഷ്ട പ്രദേശങ്ങൾ അസാധാരണമാം വിധം വരണ്ടതാണ്. അതിവരൾച്ച വനമേഖലയിലെ സസ്യസമ്പത്തിനെ പ്രതികൂലമായി ബാധിക്കും. വരണ്ടുണങ്ങിയ കാടും പുൽമേടുകളും ചെറിയൊരു തീപ്പൊരി വീണാൽ കത്തിപ്പടരുകയായി. താഴ്ന്നുകിടക്കുന്ന വൈദ്യുതി കേബിളുകളും മരനിർമ്മിത ടെലിഫോൺ പോസ്റ്റുകളും തീപിടുത്ത പടർച്ച സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുവെന്നും പഠനങ്ങൾ പറയുന്നു. ഇത്തരം വീഴ്ചകൾ തടയാൻ പോലും ഭരണകൂടത്തിന് ജാഗ്രതയില്ല. കാലാവസ്ഥാ വ്യതിയാനം പോലെ കൃത്യമായ നയനിലപാടുകൾ സ്വീകരിച്ച് ദീർഘദൂര പ്രതിരോധത്തിന് മുതിരേണ്ട വിഷയങ്ങളിൽ അവർക്ക് താല്പര്യവുമില്ല. അങ്ങനെ കാലാവസ്ഥാ വ്യതിയാനവും പിഴച്ച നഗരാസൂത്രണവും താളം തെറ്റിയ ദുരന്ത മാനേജ്മെന്റും എല്ലാം ചേർന്ന് കാലിഫോർണിയയെ പോലെ പൊട്ടിത്തെറിക്കുമ്പോൾ നിസ്സഹായരായി നിൽക്കാനേ
അധികാരികൾ അടക്കമുള്ള മനുഷ്യർക്ക് കഴിയുന്നുള്ളൂ.